പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയ അങ്കണത്തിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ 31-ാം തീയതി ഉള്ള പ്രോഗ്രാമിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ വളരെ തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാത്രമല്ല ഇവിടെ താഴെ കോൺവെന്റ് ചാപ്പലിൽ ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വലിയ ദൈവാനുഭവ നിമിഷങ്ങളായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ആയിരുന്നുകൊണ്ട് ഇവിടുത്തെ വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും മറ്റാളുകളെയും ഒക്കെ നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നായിരിക്കുന്നത് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലാണ്. നമുക്കറിയാം, 12 വർഷങ്ങൾക്ക് മുൻപ് ഈ ദേവാലയത്തിൽ വച്ചാണ് ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പതിഞ്ഞ ആ അത്ഭുതം സംഭവിക്കുന്നത്. ഇന്നത് ഔദ്യോഗികമായിട്ട് ഈ ദേവാലയത്തിലേക്ക് തുടർന്ന് പ്രതിഷ്ഠിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ 31-ാം തീയതി അതിൻ്റെ കർമ്മങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒത്തിരിയേറെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും ഒക്കെ നിമിഷങ്ങളാണിത്. നമുക്ക് ഈ ഇടവകയുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഈ ഇടവകയുടെ വികാരിയച്ഛനായ തോമസ് കീഴാരത്തിൽ അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കാം. അച്ഛ, സ്വാഗതം. അച്ഛൻ ഇവിടെ ഈ മെയ് മാസത്തിലാണ് വികാരിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. ഔദ്യോഗികമായിട്ട് പിതാവ് ഇവിടെ വന്ന് മുൻ വികാരിയച്ഛൻ്റെ സമയത്താണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അച്ഛനോട് ഇത് മുൻകൂട്ടി പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ ഇത് പ്രഖ്യാപനമുണ്ട് എന്നൊക്കെ പിതാവ് സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടാണ് അച്ഛനെ നിയമനം തന്നത്. അത് അച്ഛൻ ഇവിടെ വന്നതിന് ശേഷമാണോ ഈ ഒരു വാർത്ത അറിയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഞാനിവിടെ വന്ന പിന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത്. പിന്നെ ഈ വിളക്കന്നൂരാണ് അപ്പോയിൻമെൻ്റ് എന്നറിഞ്ഞപ്പോൾ ഇതിനോടനുബന്ധമായ കാര്യങ്ങൾ ഉടൻ തന്നെ നടക്കാനായിട്ട് ഇടയുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ്. അപ്പോൾ അത് ചെയ്യണമെന്നുള്ളൊരു ചിന്ത പങ്കുവെച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്ന പിന്നെയാണ് ഇത് ഇത്രയും പെട്ടെന്ന് ഈ 31-ാം തീയതി തന്നെയാണ് ഇതിൻ്റെ പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളൊക്കെ എന്നുള്ളത് അറിയുന്നത്. ഓക്കെ. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ വർഷം ദിവ്യകാരുണ്യ വർഷമായിട്ട് തലശ്ശേരി അതിരൂപത കൊണ്ടാടിയതാണ്. ദിവ്യകാരുണ്യ കോൺഗ്രസ് തോമാപുരത്ത് വളരെ ഭംഗിയായിട്ട് നടക്കപ്പെട്ടു. ആ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ വളരെയധികം റോള് വഹിച്ചിട്ടുള്ളതാണ് അച്ഛൻ. ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. വളരെ മനോഹരമായ സ്റ്റേജും സജ്ജീകരണങ്ങളും മറ്റ് ക്രമീകരണങ്ങളൊക്കെ നടത്തപ്പെടുകയുണ്ടായി. അതിൽ അച്ഛന് വലിയൊരു പങ്ക് അതിനകത്തുണ്ട്. അതിലൊരു വലിയ സമ്മാനമായിട്ട് ഇതിനെ അച്ഛൻ കാണുന്നുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കുഞ്ഞു ദൈവ ഉപകരണമാക്കി എന്നുള്ളതാണ്. ബേസിക്കലി വിശുദ്ധ കുർബാന തിരുസഭയുടെ ആത്മീയ സമ്പത്തിൻ്റെ വലിയ സ്രോതസ്സാണല്ലോ. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ദൈവം തന്നെ ക്രമപ്പെടുത്തുന്ന ചില പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനോട് എതിരിടാതെ ശാന്തമായി അതിനെ ഒന്ന് കേൾക്കാനും അതിനോട് ചേർന്ന് നിൽക്കുവാനൊക്കെ ആയിട്ട് തയ്യാറാകുമ്പോൾ ദൈവജനമൊക്കെ ഇങ്ങനെ നമ്മൾ വിളിച്ചിട്ടൊന്നും അല്ലായിരുന്നു. അവിടുത്തെ ആ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടോ അല്ലെങ്കിൽ വന്നവരാണെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് വന്നവരൊന്നുമല്ല. വിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും ദൈവജനം ഒരുമിച്ച് ചേരുന്നു. ആ വലിയൊരു സത്യം അതിൻ്റെ ഒരു മറ്റൊരു തരത്തിൽ യാഥാർത്ഥ്യമായതാണ് എനിക്ക് തോന്നുന്നത് ദിവ്യകാരുണ്യ കോൺഗ്രസ്. നമ്മളതിൻ്റെ അതൊരു സിമ്പിൾ ചെറിയൊരു ഉപകരണമായി വർത്തിച്ചു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ദൈവം അങ്ങനെ കൂട്ടിച്ചേർത്താണ്, ദൈവത്തിന് വേണ്ടി എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ അകത്തൊരു ഇൻഷോർട്ടായിട്ട് പറയാനായിട്ടുള്ളത്. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തപ്പെട്ടിരുന്നു. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമാണല്ലോ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ആ തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോഴും അതിൻ്റെതായ ഒരു അമ്പരപ്പ് മാറിയിട്ടില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറവിടവും ഉച്ചസ്ഥായിയും ഒക്കെ വിശുദ്ധ കുർബാനയാണല്ലോ. സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പറയാറുണ്ടായിരുന്നു, അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ ഒരു പക്ഷേ അല്പവിശ്വാസികൾക്ക്, വിശ്വാസത്തിൽ ചഞ്ചല ഹൃദയർക്കൊക്കെ ഉള്ളതാണ്. എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലും വിശുദ്ധ കുർബാനയോടുള്ള വലിയൊരു സ്നേഹവും വിശ്വാസവും ഒക്കെ വർദ്ധിക്കാൻ ഈ പെട്ടെന്ന് നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്ന ഈ വലിയൊരു അത്ഭുതം, ഒരു അടയാളം വലിയ കാരണമാവുന്നുണ്ട്. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ, കാരണം നമ്മൾ സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വികാരിസിന് പള്ളിയിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങൾ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ബോധനമായിട്ട് കിട്ടുക. അത് കുറേയും കൂടിയൊക്കെ ആഴപ്പെടുവാനായിട്ട് അവരുടെ ഇടയിൽ തന്നെ അവർ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ബലിയിൽ
യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞുമായി തീരുന്നത് പറയുന്നത്. അവിടെ കൺമുൻപിൽ കാണുമ്പോൾ നമ്മൾ പിന്നെ എന്തെല്ലാം പഠനങ്ങൾക്ക് ഉപരിയായിട്ട് അത് നൽകുന്ന വലിയൊരു ആഴമുണ്ട്. അത് വലിയൊരു തലം ഇവിടെ സംഭവിച്ചതിൽ ഞങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അതേസമയം തന്നെ ഒരു വിസ്മയം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തലവും ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇനി ഭാവിയിലേക്ക് എന്താണെന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കാതെ ഇപ്പം 31-ാം തീയതിയിലെ ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം, അത് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായ ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ജെറേൽ പിതാവാണ് വരുന്നത്. അതിനോടുള്ള ഒരു കാര്യങ്ങളും മറ്റുമൊക്കെ നന്നായിട്ട് ഒരുക്കത്തിൻ്റെ ഒരു തലമാണ്. നമുക്ക് 2 മണിക്ക് ഒടുപള്ളിത്തട്ടിൽ നിന്ന് ദിവികാരുണ്യ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് പള്ളിയുടെ താഴെയുള്ള കുരിശടിയിലേക്ക് വരികയും അവിടെ നിന്ന് ദിവികാരുണ്യ ഈശോയെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് വലിയ ദിവികാരുണ്യ പ്രദക്ഷിണം വരുന്നത് പോലെ പ്രത്യേകം ഇതിനു വേണ്ടി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദിവികാരുണ്യ നഗറിലേക്ക് വരുന്ന ഒരു ക്രമീകരണമാണ് ഉള്ളത്. നമുക്ക് കൃത്യം 2:30-ക്ക് തന്നെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ആ നഗറിൽ വെച്ച് നടത്തുകയും തുടർന്ന് പിതാവ് അതിൻ്റെ സന്ദേശവും വിശുദ്ധ കുർബാനയും തുടർന്ന് ആരാധനയും രാത്രി മുഴുവനും അന്ന് 7 മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ 5 മണി വരെ ഇവിടെ ഈ ദിവികാരുണ്യ അത്ഭുതം സംഭവിച്ച ഈശോയെ വെച്ച് രാത്രി മുഴുവനും ആരാധന നടത്താമെന്നാണുള്ളത്. പിന്നെ അന്ന് പുലർച്ചെ 5 മണി മുതൽ ഞായറാഴ്ച രാത്രി 9 മണി വരെ മണിക്കൂറുകൾ ഇടവിട്ട് വിശുദ്ധ ബലി അർപ്പണവും ദിവികാരുണ്യത്തോടനുബന്ധിച്ചുള്ള വചന സന്ദേശങ്ങളും നൽകാമെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കേട്ടിട്ടുണ്ട് ലൂർദിലേക്കും ഫാത്തിമയിലേക്കും ഒക്കെ ഒത്തിരിയേറെ വിശ്വാസികൾ ഒഴുകിയെത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാനായി. ഇപ്പോൾ ഇവിടെ ഈ ഒരു ദേവാലയത്തിൽ അച്ഛൻ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അച്ഛനാണ് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ഒരു പ്രത്യേക അനുഭവം അച്ഛന് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും കാലം വിശുദ്ധ ബലി അർപ്പിച്ചതുപോലെയല്ല, ഇപ്പം ഒരു പ്രത്യേക അത്ഭുതം നടന്നൊരു സ്ഥലം കൂടിയാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം അച്ഛൻ ഇവിടെ നിന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും ഇവിടുത്തെ ദൈവജനവും അവർ ഈ ഒരു ദിവികാരുണ്യ അത്ഭുതം നടന്ന ഇടത്തോട് അവർ കാണിക്കുന്ന ആ വലിയൊരു വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രകടനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് വീണ്ടും പിന്നെ ഇത് ഇങ്ങനെ നടന്നതാണോ എന്നുള്ളൊരു ചിന്ത പിന്നെയും മനസ്സിൽ വരും. കാരണം ആ ഒരു അത്ഭുതമാണല്ലോ ആ തരത്തിൽ. അപ്പോൾ ഞാനത് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി ആയിരിക്കാം ഈ ഒരു ദേശം എല്ലാ ദേശങ്ങൾക്കും വേണ്ടി ഒരു ദിവികാരുണ്യ സെൻ്ററായിട്ട് ഉയർന്നു വരണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം വിശുദ്ധ കുർബാനയാണല്ലോ. അപ്പോൾ ഹിന്ദു പിതാവിനും ആ വലിയൊരു സ്വപ്നമാണ് ഉള്ളതെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഏറ്റവും ബലഹീനമായ കരങ്ങളിലൂടെ ദൈവം ഇത് പ്രവർത്തിക്കുന്നുള്ളൂ നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നതാണ്. ആ ഒരു തലത്തോടൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. ഏതായാലും ദൈവം വിളിച്ചതിനോട് സാധിക്കുന്നതിൻ്റെ പരമാവധി ആത്മാർത്ഥത പുലർത്തണമെന്നൊരു ചിന്തയോടുകൂടിയാണ് ഉള്ളത്. തീർച്ചയായിട്ടും. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ദിവസങ്ങളാണ്. ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് 31-ാം തീയതി പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അച്ഛൻ്റെ സ്വന്തമാണ്. ദിവികാരുണ്യത്തിൻ്റെ കാവൽക്കാരനാണ് ഒരു പുരോഹിതൻ. നമുക്കറിയാം, സക്രാരിക്ക് കൂട്ടുകിടക്കുന്ന കാവൽ കിടക്കുന്ന ഒരു പുരോഹിതൻ എന്നൊക്കെ നമ്മൾ ധ്യാന ചിന്തകളിൽ കേട്ടിട്ടുള്ളതും മാത്രമല്ല പല സങ്കടത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളൊക്കെ വൈദികൻ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ദിവികാരുണ്യത്തിന് മുന്നിലാണ്. അതിനപ്പുറത്തേക്ക് വലിയൊരു കാവൽക്കാരൻ എന്ന ഉത്തരവാദിത്വം അച്ഛനുണ്ട്. കാരണം ഈ ഒരു ദിവികാരുണ്യ അത്ഭുതത്തിൻ്റെ കാവൽക്കാരൻ ഈശോയുടെ കബറടക്കിയ ശേഷം അവർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഈശോയെ ആരെടുത്തുകൊണ്ട് പോയി, നിങ്ങൾ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഈശോയുടെ കാവൽക്കാരനാവുക എന്നുള്ളൊരു സെക്യൂരിറ്റി എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ അച്ഛന് വരുന്നില്ലേ? അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു കുഞ്ഞു ജീവിതത്തിൽ ഈ പറഞ്ഞാൽ എപ്പോഴും ബൈബിളിലാണെങ്കിലും ഓരോരോ സംഭവങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലാണെങ്കിലും ഈ ബലഹീനമായ കരങ്ങളെ ഉയർത്തുന്ന ഒരു തമ്പുരാൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഈ വിളക്കിനൂർ വരാനായിട്ടുള്ള യോഗ്യത എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തമ്പുരാൻ നമ്മളോട് ഇങ്ങനെ വലിയൊരു സ്നേഹം കാണിക്കുമ്പോൾ അതിനോട് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആത്മസമർപ്പണം ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹവും മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തയൊക്കെയാണ്, സ്വപ്നങ്ങളൊക്കെയാണ് ഉള്ളത്. തീർച്ചയായിട്ടും ദൈവം ആ സ്വപ്നങ്ങളോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതും. തമ്പുരാൻ്റെ പദ്ധതിക്ക് മുൻപിൽ കൂപ്പുകൈകളോടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനോട് മുൻപിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഇനിയിപ്പം ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം, ആളുകൾ ഇവിടെ സന്ദർശനത്തിനായിട്ട് വരും, പ്രാർത്ഥിക്കാനായിട്ട് വരും. അതിനുള്ള ക്രമീകരണങ്ങൾ എത്രമാത്രം സജ്ജീകരിച്ചിട്ടുണ്ട്? അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആരാധനകൾ അല്ലെങ്കിൽ മറ്റ് ഭക്താഭ്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അച്ഛൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നടപ്പിൽ വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്
ദൈവത്തിൻ്റെ വലിയൊരു അടയാളമാണല്ലോ ഇവിടെ സംഭവിച്ചത്. അത് ഈ ഒരു വിളക്കിനൂർ ദേശത്തിന് വേണ്ടി മാത്രമല്ല, അല്ലെ നമ്മുടെ തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല, അല്ലെ ഭാരത സഭയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അപ്പോൾ ആഗോള സഭയ്ക്ക് വേണ്ടി ദൈവം ഈ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ദിവികാരുണ്യ അത്ഭുതം, അത് ഈശോ എന്താണോ അതുവഴി ഉദ്ദേശിക്കുക. തമ്പുരാൻ ആ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അത് പൂർത്തിയാക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യാമെന്നൊരു ചിന്തയാണുള്ളത്. നമുക്ക് ഇതൊരു പെട്ടെന്ന് ഞാൻ വന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായുള്ളൂ, 10 ദിവസമായിട്ടുള്ളൂ. അതിനോട് അനുബന്ധിച്ച് ഈ ഔദ്യോഗിക പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭാവിയിലേക്ക് ഇതൊരു ദിവികാരുണ്യ സെൻ്ററായിട്ട് ഉയർത്തുന്നതിലുള്ള കാര്യങ്ങളൊക്കെ കുറേയും കൂടെ പല വേദികളിൽ ചർച്ച ചെയ്തും ദൈവജനത്തെ കൂട്ടിച്ചേർത്തും അവരുടെ സ്വപ്നങ്ങളും മറ്റുമൊക്കെ ഇതുകൊണ്ട് ചോദിച്ചറിഞ്ഞും ഒക്കെ രൂപപ്പെടുത്താമെന്നുള്ളതാണ്. ഇവിടെ ഏതായാലും ഇനി വരുന്ന ദിനങ്ങളിൽ രാവിലെയും വൈകുന്നേരവും വിശുദ്ധ കുർബാനയും ആരാധനയും മുഴുനീള ആരാധനയും ഒക്കെ നടത്താമെന്നൊരു ചിന്തയുള്ളത്. അപ്പോൾ ഈ ഒരു തലങ്ങളിൽ കൂടുതൽ അനുഭവമുള്ള പ്രിയപ്പെട്ട വൈദികരോടും അഭിയന്തി പിതാക്കന്മാരുടെ പ്രത്യേകമായ സ്വപ്നങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേട്ട് ഓരോ കാര്യങ്ങൾ ക്രമപ്പെടുത്താം എന്നുള്ള ചിന്തയാണുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ടേ ഉള്ളൂ. അതൊക്കെ ഇപ്പോൾ ദൈവജനം ഇനി ഇങ്ങോട്ട് ഒഴുകി വരുന്ന കാലുകളിൽ അത് ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനെ ഒരു ആത്മീയ നിറവുള്ള ഒരിടമായി പതുക്കെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. അതായിരിക്കും ഏറ്റവും പ്രാധാന്യം കൊടുക്കാനായിട്ട് ദൈവജനം ആഗ്രഹിക്കുന്നത്. ആ ഒരു തലത്തിൽ ചിന്തിക്കാമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് വിശ്വാസികൾക്ക് ഒരടയാളം തന്നെയാണ്. പക്ഷെ അതേസമയം നമുക്കറിയാം ഇവിടെ അക്രൈസ്തവരായ ധാരാളം ആളുകളുണ്ട്. അന്ന് അത്ഭുതം നടന്നപ്പോഴും തുടർന്നും ഒത്തിരിയേറെ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛന്മാരെ കാണുകയും അനുഗ്രഹങ്ങളൊക്കെ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്, ക്രൈസ്തവരായ ആളുകളോട്. അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന അത്ഭുതത്തോടുള്ള സമീപനം എപ്രകാരമാണ്, അവരെങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒരു പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളോടും അവർ വലിയ അത്ഭുതത്തോടു കൂടിയാണല്ലോ നോക്കി നിൽക്കുക. നമ്മൾ കുറേയും കൂടിയൊക്കെ അതിൻ്റെ അകത്ത് യുക്തിപൂർവ്വമൊക്കെ ചിന്തിക്കുമ്പോഴും അവരൊരു സിമ്പിൾ ഫെയ്ത്തിൻ്റെ ആൾക്കാരാണ്, പ്രത്യേകിച്ച് അക്രൈസ്തവരായ ആൾക്കാരെ സംബന്ധിച്ചു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ വലിയ സ്പർശനവും സൗഖ്യവും ഒക്കെ അവർ സ്വന്തമാക്കുന്നത്. ഞാനിവിടെ വന്നതിനിടയ്ക്ക് 2-3 പേരെ ആ ഒരു തലത്തിൽ കാണുകയുണ്ടായി. അവിടെയൊക്കെ ഇവിടെ വന്ന് ദിവികാരുണ്യ ഈശോയുടെ തിരുമുഖം പതിഞ്ഞ അതിൻ്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിനു മുമ്പിൽ വന്ന് കൈകൾ കൂപ്പുകയും കണ്ണ് നിറഞ്ഞൊഴുകുകയും അവരുടേതായ ജീവിതത്തിലെ ഈശോ സ്പർശിച്ച അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോഴും അതും നമുക്ക് മറ്റൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. താങ്ക് യു അച്ഛാ. തീർച്ചയായിട്ടും ഇതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണല്ലോ. അച്ഛനിനി വികാരിയായിട്ട് ചാർജ് എടുത്തേ ഉള്ളൂ. 3, 4, 5 വർഷങ്ങൾ ഇവിടെ വികാരിയായിട്ട് സേവനം ചെയ്യണം. അപ്പോൾ വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമായിട്ട് ഇതിനെ കരുതാം. അച്ഛന് വലിയ ദൈവാനുഗ്രഹങ്ങൾ തുടർന്നും ഉണ്ടാകട്ടെ. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവം തന്നൊരു പൊൻതൂവലായിട്ട് ഇതിനെ കണക്കാക്കാമല്ലോ. അപ്പോൾ ഇനിയുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഏറ്റവും ഭംഗിയാകാനായിട്ട് സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തുടർന്നും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ പ്രദേശത്തിനും പ്രത്യേകമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോഴായിരിക്കുന്നത് നമ്മുടെ ഇടവകയുടെ കൊച്ചനായ എബിൻ നെല്ലിച്ചോട്ടിലച്ഛനാണ്. അച്ഛൻ ഇൻസെൻഷൻ സഭാംഗമാണ്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചത്. ആദ്യമായി അച്ഛന് നിയമനം കിട്ടിയിരിക്കുന്നത് ഈ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലാണ്. നമുക്ക് അച്ഛനോട് ചോദിച്ചു നോക്കാം, അച്ഛൻ്റെ ആദ്യത്തെ പൗരോഹിത്യ ജീവിതത്തിലെ ഒരു വലിയ അനുഭവത്തിന് അല്ലെങ്കിൽ ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷിയാകാൻ അച്ഛൻ പോവുകയാണ്. അച്ഛൻ എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് അച്ഛനായി കിട്ടിയൊരു ദേവാലയത്തിൽ ഇങ്ങനൊരു കാര്യം നടക്കുന്നു. അച്ഛൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ചോളം ഇത് ഏറ്റവും വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. കാരണം പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു അപ്പോയിൻമെൻറ്റ് ഇവിടെ ക്രിസ്തുരാജ ദേവാലയത്തിലെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ ഈ ഒരു അത്ഭുതത്തിന് സാക്ഷിയാകാൻ വേണ്ടി ഈശോ തന്ന ഒരു അവസരമാണ്. ബൈബിളിൽ കാണുന്നു, ശിഷ്യന്മാരും മഗ്ദലന മറിയുമെല്ലാം ഈശോയുടെ ഉയർപ്പിന് സാക്ഷികളായത്. അവരുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുവാണ്. അപ്പം ഈശോയുടെ ഉത്ഥാനത്തിന് അവർ സാക്ഷികളായി മാറിയതുപോലെ ഇനി ദിവികാരുണ്യം ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ അതിനൊരു സാക്ഷിയാകാൻ വേണ്ടി ആകാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചതാണ് എനിക്ക്. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. തമ്പുരാന് ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. അച്ഛനും വികാരിച്ചിനോടുള്ള ഒരുക്കങ്ങളിലൊക്കെ പങ്കാളിയാകുകയാണ്, പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ആയിട്ട്. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഒരു കൊച്ചനാണെന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, മാത്രമല്ല വലിയൊരു കാര്യത്തിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സും കൂടെയാണത്. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സിലൊക്കെ പങ്കാളികളാകുമ്പോൾ എങ്ങനെ തോന്നുന്നു? അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ്?
എന്നെ സംബന്ധിച്ചുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഈ ഇടവകയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ വികാരിച്ചന്മാർ പറയുന്ന എന്നെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ എൻ്റെ മാക്സിമം ഒരു എഫേർട്ട് വെച്ച് അത് ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ വികാരിച്ചൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് വികാരിച്ചനോട് ചേർന്ന് നിന്ന് അതെല്ലാം മാക്സിമം എൻ്റെ കഴിവിലനുസരിച്ച് ഞാൻ നന്നായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ പൗരോഹിത്യം തുടർന്നും ഇതുപോലെ വലിയ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകാനും തീർച്ചയായിട്ടും എന്നും എടുക്കുന്ന ദിവ്യകാരണം അതൊരു വലിയ അത്ഭുതം തന്നെയാണല്ലോ. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അച്ഛനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം,